ചെന്നൈയിലും ഒരുപാട് സൗഹൃദമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ അതെ. അപ്പോൾ ചെന്നൈയിൽ ജീവിച്ച ഒരുപാട് വർഷം ചെന്നൈയിലുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത് ഏകദേശം അശോകൻ്റെ കാലഘട്ടത്തിൽ തന്നെ സിനിമയിൽ വന്ന നിങ്ങൾ സമകാലീനർ എന്ന് തന്നെ പറയാവുന്ന ഒരു സുഹൃത്തുണ്ട് അശോകൻ്റെ. അദ്ദേഹം അശോകനെ പോലെ തന്നെ നടൻ മാത്രമല്ല ഗായകനും കൂടിയാണ്. പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സിനിമയിൽ വരാൻ ആഗ്രഹിച്ചതും. പക്ഷേ എനിക്ക് തോന്നുന്നു നടനായിട്ടാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടത്. അങ്ങനെ ഒരു നടനാണ് നമുക്കിനി അടുത്ത അതിഥിയായിട്ടൂടെ വരുന്നത്, നടനും ഗായകനുമായ. സസ്പെൻസ് നോക്കാം. ആ സസ്പെൻസ് ആരാണ് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ കൃഷ്ണേന്ദ്രനാണ് ആ ആള്. അതായത് നിങ്ങൾ തമ്മിൽ പല പല സാമ്യങ്ങളുണ്ട്. ഒന്ന്, രണ്ടുപേരും ഗായകരായിട്ട് അല്ലേ വന്ന ആൾക്കാരാണ്. അതായത് സിനിമയിൽ ഗായകരാകണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. പക്ഷെ നടന്മാരായി പോയി രണ്ടുപേരും. ആദ്യം ക്യാമറക്ക് മുമ്പിലാണ് വന്നത് രണ്ടുപേരും. കൃഷ്ണേന്ദ്രൻ പക്ഷേ ക്യാമറക്ക് മുമ്പിലാണ് ആദ്യം വന്നത്. ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്. പിന്നെ ഒരു സാമ്യം എന്താ പറയാൻ പുറപ്പെട്ടത്? ഏകദേശം ഒരേ കാലഘട്ടത്തിൽ വന്ന ആൾക്കാർ. അത്രേ ഉള്ളൂ. വേറൊരു ഉഗ്ര സാമ്യമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരേ ആളാണ്. വലിയ സംഭവമാണ് ഭരതേട്ടന്റെ. അത് ശരി ശരി. പപ്പേട്ടനാണ് ഭരതേട്ടന് സജസ്റ്റ് ചെയ്തത്. പപ്പേട്ടനാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ശരിയാണ്. പപ്പേട്ടന്റെ കഥയല്ലേ രവീന്ദ്രനാഥ്? അതെ 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 അതെ. ഓക്കെ ഓക്കെ. പക്ഷേ നമുക്ക് ഒരു ഗ്ലാമറൊക്കെ അടിച്ച് അങ്ങനെ കൊതിയോടെ നിന്നിട്ടുണ്ട്. കാരണം അഭിനയിച്ചതെല്ലാം അത് ഗംഭീരമായ ക്യാരക്ടറും വലിയൊരു ഭയങ്കര ഒരു ഗ്രൂപ്പിലല്ലേ പോയി വലിയൊരു ആക്ട്രസിലൂടെ അഭിനയിക്കുന്നത്. ഭയങ്കര സംഭവമല്ലേ അതൊക്കെ. പക്ഷെ എനിക്ക് അതിനുശേഷം എനിക്ക് പപ്പേട്ടൻ സാർ ഇദ്ദേഹത്തിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രം സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പപ്പേട്ടൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ നീ അശോകൻ്റെ പോലെ ചെയ്യണമായിരുന്നു എൻ്റെ അടുത്ത്. നീ സെലക്ഷൻ തകരാറ് വരുത്തിയതിന് ശേഷം എൻ്റെ അടുത്ത്. അങ്ങനെയാണ് അശോകനായിട്ട് ഫസ്റ്റ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും അശോകൻ എന്നുള്ള കഥാപാത്രമായിട്ട് എന്നെ കണക്ട് ചെയ്തിട്ട് സംഭവം എപ്പോഴും എനിക്ക് മനസ്സിൽ നിൽക്കുക. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം പിന്നീട് എങ്ങനെ ഉണ്ടാകുന്നത്? കൂടുതൽ എനിക്ക് തോന്നുന്നു പാട്ടെന്നുള്ള കെയറഫിലും കൂടിയാണ് പിന്നെ നമ്മൾ അടുത്തത്. പാട്ടിൻ്റെ കാര്യം, പാട്ട് ആഗ്രഹം മൂത്ത് ഞാൻ എവിടെങ്കിലും ഒരു പടത്തിൽ ചെയ്യുന്ന കിടക്കുക അങ്ങനെ. അപ്പോൾ അങ്ങനെ ഡയറക്ടർ KG രാജശേഖരനാണ് ഡയറക്ടർ. അപ്പോൾ അത് സംഗീതം അർജുന മാഷാണ്. പക്ഷേ ഒരു 2 ലൈൻ എനിക്കൊരു പാടിയാൽ, അപ്പോൾ ആ പാട്ടൊന്ന് പാടി ഉണ്ണിമേനും വിളിച്ചു വെച്ചുകൂടാ. വൃന്ദാവനം പാട്ടാണോ? പാട്ടിതാണ് വൃന്ദാവനം. അപ്പൊ എൻ്റെ ലൈൻ ഇതാണ്, അലങ്കാര ദീപങ്ങൾ അരഞ്ഞാണം ചാർത്തുമി ആരാമത്തിൻ രോമാഞ്ചമേ. ഇതാണല്ലേ. ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്തുകൂടെ കിട്ടിയപ്പോൾ നമുക്ക് സന്തോഷം. ഒരു പ്രാവശ്യം കൂടെ കേൾക്കാമല്ലോ. അത് ഓക്കെ ആയി പാട്ട്. എനിക്ക് ഭയങ്കര പേടിച്ചാൽ ആദ്യം സിനിമയിൽ പാടുക എന്ന് പറഞ്ഞാൽ ഈ പാട്ടാണ്. സിനിമയിൽ 2 ലൈൻ ആഗ്രഹം സാധിച്ചു. മാഷോടത്ത് നന്ദിയൊക്കെ പറഞ്ഞു, ഡയറക്ടറോട് നന്ദി പറഞ്ഞു. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഇവനെ ഒരിടയ്ക്ക് ഇവനെ ഉപയോഗിക്കാതിരുന്നൊരു സമയം മലയാള സിനിമ കംപ്ലീറ്റ്. പിന്നെ തിരിച്ച് സിദ്ദിഖ് ലാലിൻ്റെ പടങ്ങളിലൂടെയൊക്കെ വന്നപ്പോൾ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു, ഭയങ്കര എന്തോ നമ്മൾ സ്വന്തം രക്ഷപ്പെട്ട പോലെയൊക്കെയുള്ളൊരു സന്തോഷമായിരുന്നു. അപ്പോൾ അശോകനെ വിളിച്ച് പറഞ്ഞത് ഓർമ്മയാണ്. കറക്റ്റാണ്, അതന്നെ പറഞ്ഞു. അശോകൻ ഏത് കാലത്തിലും സിനിമയിൽ നിലനിൽക്കാവുന്ന ഒരു ആക്ടറാണ്. അതെ അതെ, അതാണ് അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യം. അതാണ് അശോകന് പ്രായം പ്രശ്നമില്ല, അങ്ങനെ ഇമേജ് പ്രശ്നമില്ല. ഇമേജൊക്കെ വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ ഏത് ഇമേജിലും ഉൾക്കൊള്ളാവുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അശോകന് ഏത് കാലത്തും മലയാള സിനിമയിൽ ഒരു സ്പേസ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അല്ല, അത് ഒരു വളരെ എസ്റ്റാബ്ലിഷ് ഒരു ഡയറക്ടറോട് പറഞ്ഞപ്പം, മലയാളത്തിലെ എണ്ണപ്പെട്ട ഡയറക്ടറാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ് പറയുന്നത്, ഒരു വലിയൊരു സന്തോഷവും കാര്യങ്ങളും വലിയ കോംപ്ലിമെൻ്റാണ് കേൾക്കുന്നത്. സൗഹൃദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സിനിമയിൽ അശോകന് ഒരുപാട് സൗഹൃദമുണ്ട്. മറ്റ് പുറത്തുള്ള പോലെ തന്നെ അശോകനോട് വളരെ ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ഉണ്ട്. അവർ ഇഷ്ടം എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥത്തിൽ അതിനെ എടുക്കണ്ട, അങ്ങനെ ഒരുപാട് പേർക്കുണ്ട്. അത് ഒരുപാട് പേർക്കുണ്ട്. തന്നിട്ടാണല്ലോ സൂക്ഷിക്കണം എന്നുള്ളത്. പക്ഷെ ഇത് തിരിച്ചുപദേശിക്കുന്ന ഒരാളാണ്, അശോകനെ തിരിച്ചുപദേശിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരാൾ ടെലിഫോണിൽ വരുന്നുണ്ട്. അതാരാണ് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും വിളിക്കാം. ഹലോ. കൽപ്പന. അപ്പം നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അശോകനും ഇവിടെ കൃഷ്ണേന്ദ്രനും ഉണ്ട്, നമ്മുടെ ആക്ടർ. അതെ അതെ അതെ. ഞങ്ങൾ 3 പേരും കൂടി പഴയ കാര്യങ്ങളൊക്കെ സിനിമയിലെ മദ്രാസിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൽപ്പനയും മദ്രാസിൽ ഒരുപാട് വർഷം ജീവിച്ചിട്ടുള്ള ഒരാളാണല്ലോ. അയ്യോ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട് കൃഷ്ണേന്ദ്രേട്ടനോട്ടുമുണ്ട്. അശോകൻ വന്നിട്ട് ഒന്നാമത് ഞങ്ങൾ റിലേറ്റീവ്സും കൂടാണ്. ആണോ? അത് ശരി. ഞങ്ങൾ ബന്ധുക്കളും കൂടാണ് ഇക്ക. പിന്നെ അശോകനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഞങ്ങൾക്ക് എന്നും തോന്നിയിട്ടുള്ള ഒരു പ്രശ്നവും മലയാളത്തിലില്ലാത്ത, ഒരിക്കലും
ഒരു നമ്മൾ ഡേഞ്ചർ സോണില് സ്വഭാവത്തിൽ വരാത്തൊരു നടൻ അശോകനാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ ഡേഞ്ചർ സോൺ എന്നൊക്കെ വരുള്ളൂല്ലേ സീരിയലില് ജഡ്ജായിട്ട് അത് ചെയ്യരുത്, റിയാലിറ്റി ഷോയില് ജഡ്ജായിട്ട് ഇരുന്നിരുന്നിരുന്ന് ഡേഞ്ചർ സോൺ എന്നുള്ള വാക്കൊക്കെ നമ്മൾ പറയില്ലേ ഒരിക്കലും ഡേഞ്ചർ സോണിൽ വരാത്ത നടനാന്ന് പറയുന്നത്. അത് ശരി. അതുപോലെ സ്വഭാവത്തിൽ ഒരിക്കലും ഡേഞ്ചർ സോണിൽ വരാത്ത നടനാണ് മിസ്റ്റർ അശോകൻ. ദേവിടെ അശോകനുണ്ട്, സംസാരിച്ചോ. ഞാനിവിടെ ഉണ്ടേ. നമസ്കാരം ഉണ്ട്. നമസ്കാരം. കണ്ണ് ഏകദേശം കുറച്ചുകൂടെ വളർന്നോ? വളർത്തണോ? പ്രതീക്ഷകളൊക്കെ വളരുമെന്ന് പറഞ്ഞ പോലെ. കൽപ്പന ഇടയ്ക്ക് എന്നോട് ചോദിക്കത്തില്ലേ, എനിക്ക് ഈ കണ്ണ് കിട്ടിയായിരുന്നെങ്കിൽ പറഞ്ഞിട്ടില്ല എന്നോട്. അയ്യോ പിന്നെ അത് ആര് ചോദിച്ചിട്ടില്ല, വിദ്യാമ്മ വരെ ചോദിച്ചിട്ടില്ലേ? വിദ്യാമ്മ വരെ ചോദിച്ചിട്ടുണ്ട് ആണോ? പിന്നെ ശ്രീവിദ്യാമ്മ വരെ പറയുമായിരുന്നു നല്ല മലയാളം കണ്ണുള്ള വിദ്യാമ്മക്ക് എന്തായിരുന്നു ഇല്ലേ? അത് കവലൊക്കെ എപ്പോഴും പറയും. അതായത് വിദ്യാമ്മ പറയണത് ഒരിടത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞ താമര ഇതള് പോലുള്ള കണ്ണ്, അതായത് മഹാവിഷ്ണുവിന്റെ കണ്ണെന്നാണ് നമ്മൾ അങ്ങനെ ഒരു കണ്ണിനെ സങ്കല്പിക്കുക. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നുള്ള ബോധം കെട്ട് വരും. കൽപ്പന ഇങ്ങനെ പുതിയ കാര്യങ്ങളൊന്നും പറയല്ല, അവൻ ഇവിടുന്ന് അങ്ങ് പൊങ്ങിപ്പോയി. കൃഷ്ണേട്ട അതല്ല സംഭവം, സത്യം കൃഷ്ണ. ഞാൻ ആലോചിക്കുന്നത് എനിക്കൊന്ന് ഭയങ്കര ഇൻഡസ്ട്രി വന്നിട്ട് ഇന്നും ആ ഇന്നസെൻസ് സൂക്ഷിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൂട്ടങ്ങളെ മനസ്സിലായിരുന്നു നിങ്ങള്. കൽപ്പനയ്ക്ക് ഇങ്ങനെ പറയും, പക്ഷെ സത്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. അതെ അതെ. അപ്പൊ എന്തായാലും സുഹൃത്ത് എന്നുള്ള രീതിയിലും ഒരേ കാലത്ത് വന്ന സഹപ്രവർത്തകർ എന്നുള്ള രീതിയിലും അതിലുപരിയായിട്ട് ഒരേ ഗുരുവിന്റെ ശിഷ്യർ എന്നുള്ള രീതിയിലും വലിയ സന്തോഷം കൃഷ്ണേന്ദ്രൻ ഈ ഷോയിൽ വന്നതിൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ കൃഷ്ണേന്ദ്രൻ വന്ന് പോയപ്പോൾ നമ്മളിങ്ങനെ പാട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ സിനിമകളിൽ ഇത്രയും സിനിമ സംവിധാനം ചെയ്തെങ്കിലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു പാട്ടുണ്ട്. അതുപോലെ തന്നെ ദാസേട്ടൻ പറയാറുണ്ട്, ദാസേട്ടൻ കാണുമ്പോഴൊക്കെ ദാസേട്ടൻ്റെ പാട്ടുകളിൽ പ്രിയപ്പെട്ട പാട്ടുകളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ഈ പാട്ടും പറയും, ഉള്ളടക്കത്തിലെ പാതിരാമഴ എന്നുള്ള. അപ്പോൾ അത് സിനിമയിൽ പാടിയ ഒരാളെന്നുള്ള രീതിയിൽ അശോകൻ്റെ മുഖം, എൻ്റെ അധികം സിനിമയിലൊന്നും അശോകൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം അത് അതെ, ഫസ്റ്റ് പടം എഴുതിയപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു, പിന്നെ ഒന്നേ ഉള്ളൂ. അതെ. പക്ഷേ എങ്കിൽ പോലും അതിൽ അങ്ങനെ ഒരു റോളാണെങ്കിൽ പോലും ആ പാട്ടിൽ അശോകൻ വന്നു കഴിഞ്ഞപ്പോൾ ആ സിനിമയ്ക്ക് വല്ലാത്തൊരു ജീവൻ ഒരുപാട് പേര് പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് ഒരു പക്ഷേ പാട്ടിൻ്റെ പ്രത്യേകതയോ ആ സീനിൻ്റെ എല്ലാം കൂടെ ഉള്ള സംഭവമാണ്. പക്ഷെ ആ ക്യാരക്ടറും എല്ലാം കൂടെ അത് കറക്റ്റായി. അത് അതെ അതെ. പാതിരാമഴയത് അത് ദാസേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മൂഡായിരുന്നു ഊട്ടിയിൽ, ഓർമ്മയില്ല? പിന്നെ പ്രത്യേകിച്ചും ഈ പാട്ടെടുക്കുക നമ്മൾ മിക്കവാറും ഈവനിങ് അല്ലേ, ഒരു സൺസെറ്റിലായിരുന്നു ഷോട്ടുകൾ എടുക്കുക. എന്നും സൺസെറ്റ് ആകുമ്പോൾ അശോകനെ വിളിക്കും. തണുപ്പ് കൊണ്ട് അതെ അതെ അതെ. നവംബർ ഡിസംബറാണ്. ഡിസംബറിൽ ഏറ്റവും ഷൂട്ട് ചെയ്തത്. അശോകൻ ഓർമ്മയുണ്ടോ? ദിലീപൊക്കെ അസിസ്റ്റന്റാ, ലാൽ ജോസ് ദിലീപൊക്കെ പറഞ്ഞൊക്കെ. ദിലീപിനെ ഇടയ്ക്ക് മിമിക്രി പറയാൻ വേണ്ടി വിളിക്കും. അപ്പോൾ മോഹൻലാലിനോടൊക്കെ പറഞ്ഞു, അപ്പോൾ ആ അസിസ്റ്റന്റ് ഡയറക്ടർ നല്ല അസിസ്റ്റന്റ് പുതിയ ആളെ പയ്യാൻ ഞാൻ പറഞ്ഞ കാണിക്കും, വിളിച്ചെന്ന് പറയും. കാണിച്ചു. അതിൻ്റെ ക്യാമറാമാൻ സാലു അല്ലേ, നല്ല വർക്കായിരുന്നു സാലുവിൻ്റെ ഏറ്റവും നല്ല പടങ്ങളിലൊന്നായിരുന്നു അത്. അപ്പോൾ സാലു അശോകനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് നമുക്ക് വീഡിയോ ക്ലിപ്പുണ്ട്, അതൊന്ന് കാണാം നമുക്ക്. ഞാൻ 1979 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വിപിൻ ദാസ് സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്താണ് ഞാൻ ആദ്യം അശോകനെ പരിചയപ്പെടുന്നത്. അന്ന് ഒരിടത്തൊരു ഫയൽവാൻ, പത്മരാജൻ ചേട്ടൻ്റെ ഒരിടത്തൊരു ഫയൽവാൻ എന്ന് പറഞ്ഞ പടം, അത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത്, അത് കുമരകത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അശോകനുമായിട്ട് പരിചയപ്പെടുന്നത്. ഒരു എന്താ പറഞ്ഞാൽ, അന്ന് ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ പഠിച്ചിറങ്ങിയ ഒരു കാലമായതുകൊണ്ട് ഒരു കുട്ടി ഉള്ള ഒരു സമയമാണ്. ഞാനും അശോകനും മാത്രമേ ഉള്ളായിരുന്നു അതിനകത്ത് കുട്ടികളായിട്ടുണ്ടായിരുന്നു. ബാക്കി വളരെ സീനിയറായിട്ടുള്ള വിപിൻ ദാസ് സാറ്, പത്മരാജൻ ചേട്ടൻ, അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. ഒരിടത്തൊരു ഫയൽവാൻ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ പിന്നീട് കാണുന്നത് കമൽ ഡയറക്റ്റ് ചെയ്ത ഉള്ളടക്കം എന്ന് പറഞ്ഞ പടത്തിലാണ്. അതിലെ ഒരു പാട്ടും വളരെ ഫേമസ് ആയിരുന്നു, വളരെ ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു, പാതിരാമഴ ഏതോ എന്ന് പറഞ്ഞാൽ. അശോകൻ ഒരു ഫ്രണ്ട് എന്നുള്ള ലെവലിലും അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള ലെവലിലും എനിക്ക് ഭയങ്കര അപ്രീസിയേഷൻ ഉള്ള ഒരു ആക്ടറാണ്. അപ്പോൾ എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ അശോകനെ പോലെ ഒരു ആക്ടർ ആയതുകൊണ്ട് അതെനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു.
പ്രത്യേകിച്ചും പാട്ടറിയാവുന്ന ഒരാളായതുകൊണ്ട് പെട്ടെന്ന് നമ്മളെല്ലാം ലൈറ്റ് റെഡി ടേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒച്ച ബഹളമൊക്കെ ഉണ്ടാക്കി ഞാൻ അശോക് തുടങ്ങിക്കോ റെഡി എന്ന് പറഞ്ഞു പാടും എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഏത് വരിയാണെന്ന് പോലും വൃത്തിയായിട്ട് അശോകന് അറിയാൻ പറ്റില്ല അല്ലേ. ഞാൻ മ്യൂസിക് ഇടും, അശോകൻ കറക്റ്റ് ആ മൂഡിനനുസരിച്ച് ലിപ്പ് കൊടുത്ത് അല്ലേ പാടുമായിരുന്നു. അത് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ആ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താളം ചില പ്രശ്നമാണ്. അതെ, ഒരിക്കലും ക്ലോസ് അതെ സമം കഴിഞ്ഞിട്ടാണ് വരുന്നത്. സമത്തിലല്ല അല്ല, അതെ അതെ അതെ, ഒരു അര സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കഷ്ടപ്പെട്ടു പോയി. അത് രണ്ടുപേരും നമുക്കൊന്ന് പാടല്ലേ. പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണ പൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി